എല്ലാവർക്കും നമസ്കാരം. ദൈവത്തെ വോട്ടിനിട്ട് തോൽപ്പിക്കാൻ പറ്റുമോ? അതാണ് ഒരു ചോദ്യമാണത്. തോൽപ്പിക്കാൻ പറ്റും എന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തെളിയിച്ച് തന്നൊരു സംഭവത്തെ പറ്റി ഒന്ന് പറയാൻ ചെറിയൊരു വീഡിയോ ആണ്. ഇന്ന് എല്ലാവരും ഒന്ന് കേട്ടിട്ട് അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിൽ ഇന്നുള്ള ഭരണഘടനകളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മഹത്വരമായ ഒരു ഇന്ത്യൻ ഭരണഘടന തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ലോകത്ത് നിലവിലുള്ള രാജ്യങ്ങളിലെ ഉന്നതമായിട്ടുള്ള രാജ്യങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭരണഘടനകൾ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും കൊള്ളാവുന്ന കണ്ടന്റുകൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത്. നമുക്കറിയാം, ഡോക്ടർ BR അംബേദ്കറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം അവർ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഏകദേശം 2.5 വർഷങ്ങൾ കൊണ്ടാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കിയത്. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സവിശേഷത. അതിനകത്ത് പ്രധാനമായിട്ടും അമേരിക്കൻ ഭരണഘടന, അതുപോലെ ബ്രിട്ടൻ്റെ ഭരണഘടന, ഫ്രാൻസിൻ്റെ ഭരണഘടന, അതുപോലെ തന്നെ യൂറോപ്പിലുള്ള പല രാജ്യങ്ങളിലെയും ഭരണഘടനകൾ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന മറ്റ് ഭരണഘടനകളെ അപേക്ഷിച്ച് വളരെ ശ്രേഷ്ഠമായ ഒന്നായി ഇപ്പോഴും നിലകൊള്ളുന്നത്. അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് നമുക്കറിയാം. ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം ഇത്തരം കാര്യങ്ങളിലെല്ലാം വളരെ ഊന്നൽ നൽകിക്കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭരണഘടനയാണ്. വളരെ ശ്രേഷ്ഠം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ ഭരണഘടന എല്ലാം തയ്യാറാക്കി അവസാനം ഭരണഘടന അസംബ്ലിയിൽ അവതരിപ്പിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഭരണഘടന എല്ലാം പൂർണ്ണമായി കഴിഞ്ഞ് അതിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം തീർന്ന് ഏറ്റവും അവസാനം ഇന്ത്യൻ ഭരണഘടന അവതരിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഇത് ദൈവനാമത്തിൽ അവതരിപ്പിക്കണം എന്നുള്ള ഒരു ആർഗ്യുമെൻ്റ് അന്നത്തെ ഇന്ത്യൻ ഭരണഘടന അസംബ്ലിയിൽ ഉയർന്നു വന്നു. നമുക്കറിയാം 1947, 45, 47, 1950 കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവിശ്വാസം പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന ആ മൂല്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവിടെ ദൈവവിശ്വാസിക്കും അന്ധവിശ്വാസിക്കും അവിശ്വാസിക്കും നിരീശ്വരവാദിക്കും പുരുഷനും സ്ത്രീക്കും ട്രാൻസ്ജെൻഡേഴ്സിനും എല്ലാവർക്കും ഈക്വൽ ആകുന്ന രീതിയിലുള്ള ഒരു ഭരണഘടന എഴുതി വച്ചിരിക്കുന്ന സ്ഥിതിക്ക് അവിടെ എങ്ങനെ ദൈവനാമത്തിൽ ഈ ഭരണഘടന അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉയർന്നു വരികയും അതിനെപ്പറ്റി വളരെ സുദീർഘമായൊരു ചർച്ച നടക്കുകയും ചെയ്യുകയുണ്ടായി. അവസാനം വളരെ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ലോകത്താദ്യമായിട്ട് തന്നെ പറയാം, ഒരു ഭരണഘടന അസംബ്ലിയിൽ ദൈവനാമത്തിൽ ഇന്ത്യൻ ഭരണഘടന അവതരിപ്പിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് അത് വോട്ടിനിടുകയും വോട്ടിനിട്ടപ്പോൾ 109 അംഗ അസംബ്ലിയിൽ 41 എതിരെ 68 വോട്ടുകൾക്ക് ദൈവനാമത്തിൽ ഇന്ത്യൻ ഭരണഘടന അവതരിപ്പിക്കേണ്ടതില്ല എന്ന് വോട്ടിനിട്ട് തള്ളിയ ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്താദ്യമായിട്ട് ദൈവത്തെ വോട്ടിനിട്ട് തോൽപ്പിച്ചു എന്ന് പറയപ്പെടുന്നത്. നമ്മളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നുന്നത് ഇപ്പോഴും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇന്നാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് തീർത്തു തന്നെ പറയാം. കാരണം നമ്മൾക്കറിയാം ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു പരിസ്ഥിതി, ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സംവിധാനം വെച്ച് നോക്കുമ്പോൾ അന്ധവിശ്വാസങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും ഈശ്വര വിശ്വാസങ്ങൾക്കും എല്ലാം അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന കാലഘട്ടത്തിൽ ഒരു കാരണവശാലും ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾക്കറിയാം, ഇപ്പോൾ പൊതുവെ ഒരു ചടങ്ങ് എവിടെയെങ്കിലും നടത്തുകയാണെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനയോടുകൂടി തുടങ്ങുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് പൊതുവെ ഉള്ളത് തന്നെ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അവതരിപ്പിക്കുന്നത് ദൈവനാമത്തിൽ അവതരിപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു മറുവാക്കില്ല. ഇത് അത്രയും സുദീർഘമായ ചർച്ചയ്ക്കൊടുവിൽ ദൈവനാമത്തിൽ വേണ്ട എന്ന് വോട്ടിനിട്ട് തള്ളി എന്നുള്ളതാണ്. അതിനകത്ത് ഇന്ത്യൻ ഭരണഘടനാ ശില്പികളിലും ഒക്കെ മുൻപന്തിയിൽ നിന്നവരെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഡോക്ടർ BR രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തി. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, KM മുൻഷി
അതുപോലുള്ള പ്രഗത്ഭരും, അതുപോലെ തന്നെ ഈ ദൈവനാമത്തിൽ തന്നെ ഇത് അവതരിപ്പിക്കണം എന്ന് വാശി പിടിച്ച ആൾക്കാരൊക്കെയാണ് HV കാമത്ത്, സെറ്റൽ ശിവദാസ്, സുജേത കൃപാലിനി, അതുപോലെ ബ്രിജേന്ദ്ര നാരായണൻ ചക്ബർത്തി എന്നിവരെ പോലുള്ളവർ. എന്താണെങ്കിലും വളരെ സുദീർഘമായ ചർച്ചയ്ക്കൊടുവിൽ ദൈവത്തെ ആദ്യമായിട്ട്, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് വോട്ടിനിട്ട് തോൽപ്പിച്ച ചരിത്രം ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടായിരിക്കുന്നു. അത് 68-നെതിരെ, അതായത് 41 വോട്ട് ദൈവനാമത്തിൽ ഇന്ത്യൻ ഭരണഘടന അവതരിപ്പിക്കണമെന്നും, എന്നാൽ ഇന്ത്യൻ ഭരണഘടന ദൈവനാമത്തിൽ അവതരിപ്പിക്കേണ്ടതില്ല എന്നുള്ളത് 68 വോട്ടും. അങ്ങനെ 109 അംഗ അസംബ്ലിയിൽ 68 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി ദൈവത്തെ വോട്ടിനിട്ട് തോൽപ്പിച്ചു എന്ന് പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ഈ അടുത്തിടെ പുതിയ പാർലമെൻറ്റൊക്കെ ഉദ്ഘാടനം ചെയ്തു. ആ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്തത് പോലും കൂടെ ചില സന്യാസിനിമാരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വെച്ചും. അതുപോലെ ഇന്ത്യയിലെ ഇപ്പോഴാണെങ്കിലും ശരി, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉന്നതനായ നേതാവ് ഇന്ത്യൻ രാഷ്ട്രപതി ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. അതിനെപ്പറ്റി പല വിമർശനങ്ങളും ചർച്ചകളൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നതുകൊണ്ട് അതേപ്പറ്റി പ്രതിപാദിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം നിലനിൽക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷത്തിൻ്റെ റോളിനെ പറ്റി ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇവിടെയുള്ള പല കോർപ്പറേറ്റുകൾക്കും വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുക്കുന്ന പല ഉദാര മനസ്ഥിതിയും അത് ഇന്ത്യൻ ജനതയെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിലെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, പെട്രോളിയം വിപണനങ്ങളെ സംബന്ധിച്ചിട്ടൊക്കെ 50-60 രൂപയ്ക്കൊക്കെ കൊടുക്കാവുന്ന പെട്രോളുകൾ 100 രൂപയ്ക്കും 120 രൂപയ്ക്കും ഒക്കെ കൊടുക്കുമ്പോൾ ഈ എത്രയോ കോടാനുകോടി രൂപ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോർപ്പറേറ്റുകൾക്ക് കേന്ദ്ര സർക്കാരിന് കിട്ടുന്നതെന്നുള്ളത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ഒരു ലിമിറ്റിൽ കൂടുതൽ ജനങ്ങളിൽ നിന്ന് ലാഭം ഒരു സർക്കാരുകൾ എടുക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദങ്ങൾ പലപ്പോഴും നിർജീവമായി പോകുന്നത്. ഈ അടുത്ത ദിവസങ്ങൾ പോലും പാർലമെൻറ്റിൽ നടന്നിരിക്കുന്ന 1-2 കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ, അതായത് സെൻട്രലിലുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയപരമായിട്ട് നമ്മളിവിടെ കാണേണ്ടതില്ല. രാഷ്ട്രീയപരമായിട്ടല്ല അദ്ദേഹത്തെ ഇവിടെ പരാമർശിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പല കാര്യങ്ങളും, പലരും അദ്ദേഹത്തെ പല കളിയാക്കിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കൂടെ ഇപ്പോൾ ഇന്ത്യൻ ജനങ്ങൾക്ക്, അല്ലെ ഇന്ത്യൻ ജനാധിപത്യത്തിന് വളരെ നെടുന്തൂണായി നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ സ്വരമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ഈ അടുത്തിടെ പുറത്തേക്ക് വന്ന ഒരു പുസ്തകം, ആ പുസ്തകം പ്രകാശനം ചെയ്തു എന്നും പ്രകാശനം ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവിയായിരുന്ന MM നരവന അവറുകൾ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് വളരെ വിവാദപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുമ്പോൾ, അതായത് യുദ്ധ സന്ദർഭങ്ങളിലൊക്കെ സേനാ മേധാവിമാർ ഏത് നിലപാടെടുക്കണം എന്ന് ചോദിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ വളരെ ഉദാര മനസ്ഥിതിയോടുകൂടി അത് നിങ്ങൾക്ക് യുക്തി പോലെയൊക്കെ ചെയ്യുക എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറിയ നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിനെ പറ്റിയും പ്രതിരോധ മന്ത്രിയെ പറ്റിയും പ്രധാനമന്ത്രിയെ പറ്റിയൊക്കെയാണ് അത്തരം പുസ്തകങ്ങളിലൊക്കെ പരാമർശിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി പോലും കൂടെ ചില വിവാദ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്തതായിട്ടുള്ള തെളിവുകൾ സഹിതം അദ്ദേഹം പാർലമെൻറ്റിൽ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഭരണകക്ഷി എതിർക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ എതിർക്കുന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തെ പാർലമെൻറ്റ് അംഗത്തിൽ നിന്ന് പുറത്താക്കുന്നത് മാത്രമല്ല, അദ്ദേഹം ഇനി പാർലമെൻറ്റിലേക്ക് മത്സരിക്കരുത്, ഒരു കാലത്തും മത്സരിക്കാതിരിക്കത്തക്ക രീതിയിലേക്കുള്ള ചില കാര്യങ്ങളും ഗൂഢപദ്ധതികളും ഇവിടെ നടന്നു വരുന്നു. അത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ അപകടമാണ്. നമുക്കറിയാം, ഇപ്പം കേരളത്തിൽ പോലും കൂടെ രാഹുൽ മാക്കൂട്ടത്തെ, അതായത് ഓരോ കാര്യങ്ങളും വളരെ അപഗ്രഥിച്ച് സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചോദ്യം ചെയ്യുന്ന നേതാക്കന്മാരെ ഈ പ്രതിപക്ഷത്തിൽ നിന്നാണെങ്കിലും ഭരണപക്ഷത്തിൽ നിന്നാണെങ്കിലും ഇല്ലാതാക്കുക അല്ലെ ഒതുക്കുക എന്നുള്ളത് ഇത്തരം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഓശാന പാടുന്ന ഭരണകൂടത്തിന് ആവശ്യമായതുകൊണ്ട് ഇത്തരം വ്യക്തിത്വങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഹിജൻ അജണ്ടയാണ്. അതുതന്നെയാണ് ഇപ്പം ഈ കേന്ദ്രത്തിൽ ഇപ്പോൾ നടന്ന ഈ ഒരു വിഷയത്തെപ്പറ്റി ഞാനൊന്ന് പരാമർശിച്ചത്. അതായത് രാഹുൽ ഗാന്ധിയെ പോലുള്ള
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയോ അല്ല മറ്റൊരു വ്യക്തിയോ, അതായത് പ്രതിപക്ഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാർ സംവിധാനം നേരായ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കുന്നതിൻ്റെ ഏറ്റവും ചാലക ശക്തിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് അല്ല പ്രതിപക്ഷത്തിൻ്റെ റോളെന്ന് പറയുന്നത്. അല്ലാതെ ഭരണകക്ഷി കാണിക്കുന്നതിന് എല്ലാത്തിനും ഓശാന പാടുക, ഒത്താശ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക, കാപ്പി കുടിക്കുക മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ റോളെന്ന് പറയുന്നത്. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരിക്കുന്ന കക്ഷി ആരാണെങ്കിൽ പോലും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, ആ തെറ്റുകളിൽ നിന്ന് അവരെ തിരുത്തി നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് നയിക്കുക. അതുതന്നെയാണ് രാജ്യത്തിൻ്റെ പുരോഗതി. ആ പുരോഗതിക്ക് വേണ്ടി നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരക്കാരെ ഇല്ലാതാക്കി ഒതുക്കാനായിട്ട് ശ്രമിക്കുന്ന ഭരണകൂടം അത് സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ അത് ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പാണെങ്കിൽ 1977 ഇന്ദിരാഗാന്ധിക്കെതിരെയും അത്തരം ഒരു നീക്കം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഇലക്ഷൻ വന്നതുകൊണ്ട് അന്ന് അതിന് സാധിച്ചുമില്ല. പക്ഷെ സാധിക്കാതിരുന്ന ഇലക്ഷൻ വന്നു, സ്വാഭാവികമായിട്ട് ഇന്ദിരാഗാന്ധി തന്നെ ഭരണത്തിൽ വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതിനെപ്പറ്റി പിന്നെ പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ ഇത്തരം ഈ നടപടികൾ വളരെ അപകടകരമായ രീതിയിലേക്ക് പോകുമ്പോൾ പൊതുസമൂഹം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോകത്ത് തന്നെ നമ്പർ 1 ആകുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ഈ ലോകത്തിലെ ജനസംഖ്യ 1ാം സ്ഥാനത്ത് തന്നെയാണ് ഇന്ത്യ. അപ്പോൾ ആ ഒരു നിലയിലേക്ക് രാജ്യത്തിൻ്റെ ബാക്കിയുള്ള മറ്റ് കാര്യങ്ങൾ, അതായത് വിഭവശേഷിയും മറ്റ് കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായ രീതിയിലും കുറെ കൂടി ജനങ്ങൾക്ക് ജനോപകാരപ്രദമാകുന്ന രീതിയിലും മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ആ കാര്യത്തിൽ പൊതുസമൂഹത്തിൻ്റെ ഒരു ഉയർന്ന ചിന്താഗതി കൂടി ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നത്. എല്ലാവർക്കും നന്ദി.